ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് പയർ മെഴുക്കുവരട്ടി പയർ സവോളയും കൂടെ ഇട്ടിട്ട് മുളകും കൂടി ഇട്ട് ഒരു മെഴുക്കുവരട്ടിയാണ് വെച്ചത്. പിന്നെ ഞാൻ ഓലമീനായിരുന്നു കിട്ടിയത്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിരുന്നു, അതുകൊണ്ട് തന്നെ ദോശക്കല്ലിൽ ഞാനത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് ചാറായിട്ട് പരിപ്പാണ്. പരിപ്പും തക്കാളിയും സവോളയും കൂടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങയും പച്ചമുളകും കാന്താരിയും ചെറിയുള്ളിയും കൂടി അരച്ച് ചേർത്ത് കടുകും കൂടെ പൊട്ടിച്ചു. പിന്നെ 2 പപ്പടവും കൂടെ കാച്ചി കേട്ടോ. അപ്പം പരിപ്പ് കറി ഉള്ളപ്പം പപ്പടം നല്ലതാണ്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. കുറച്ച് ചോറെടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്കിലേക്ക് പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാം. പരിപ്പും തക്കാളിയും നല്ല കൊഴുത്ത രീതിയിലാണ് കറി വെച്ചേക്കുന്നത് കേട്ടോ, കടുകൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പം നല്ല പരിപ്പ് കറി കൂട്ടിയിട്ട് പപ്പടവും പയറ് തോരനും പയറ് മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും. മീൻ ചെറിയ കഷ്ണമായിട്ടുണ്ട്, ഒരു 2 കഷ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ കാണാനൊരു രസമുള്ളൂ. അങ്ങനെ പിന്നെ പപ്പടവും കൂടെ ആയപ്പോഴത്തേക്കും ഇന്നത്തെ ചോറിൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പരിപ്പ് കറിയും പപ്പടവും കൂടെ പൊടിച്ചിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ ചിലവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ചെടിയുടെ പരിപാടിയുമായിട്ട് കുറച്ച് ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ചെറിയ പോട്ടിൽ കുറച്ച് മണി പ്ലാന്റ് വെച്ചു.